രൂപം എനിക്ക് മാറ്റിത്തരണം അപ്പൊ ഇവിടെ എന്ന് ഉണ്ട്. പറയുണ്ടായി. അങ്ങനെ ധൃതരാഷ്ട്രർക്ക് കാഴ്ച വരികയും വിരാട രൂപം കാണുകയും ചെയ്തു. ഭഗവാൻ തിരിച്ചു പോയപ്പോ ആ വ്യാസദേവൻ അവിടെ വരികയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, യുദ്ധം വേണ്ട, അത് വലിയ കഷ്ടപ്പാടാണ്. പക്ഷേ ധൃതരാഷ്ട്രം എന്ത് ചെയ്തു? മകന്റെ കൂടെ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ആ ധൃതരാഷ്ട്രം വ്യാസപുത്രനാണല്ലോ, നമുക്കറിയാം അല്ലെ. അപ്പൊ വ്യാസൻ പറഞ്ഞു, നിനക്ക് യുദ്ധം കാണാനുള്ള കണ്ണ് തരാം എന്ന് പറഞ്ഞു. ധൃതരാഷ്ട്ര അത് നിരസിക്കുകയാണ് ഉണ്ടായത്. എനിക്ക് കണ്ണ് വേണ്ട. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? അത് ശരിക്കും ഫസ്റ്റ് ശ്ലോകത്തില് കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് വ്യാസപ്രസാദ എന്ന് പറഞ്ഞത് വ്യാസദേവന്റെ കാരുണ്യം കൊണ്ട് സഞ്ജയന് കണ്ണ് കിട്ടുകയാണ് ചെയ്തത്. അപ്പോ എന്തുകൊണ്ടാണ് ധൃതരാഷ്ട്ര കണ്ണ് വേണ്ട എന്ന് പറഞ്ഞത്? കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം മക്കളെ കണ്ടിട്ടില്ല അല്ലെ. അപ്പൊ എന്നാൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ മക്കൾ മരിക്കുന്നത് കാണാനുള്ള താല്പര്യം അദ്ദേഹത്തിന് ഇല്ല. പിന്നെ രണ്ട് കാര്യം പറയുമ്പോൾ, ഹോപ്പിംഗ് ഫോർ ദ ഇംപോസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിബിൾ അല്ലാത്തതിന് വേണ്ടിയുള്ള പ്രതീക്ഷ. കാരണം അത് നടക്കില്ല എന്നറിയാം, എന്നാലും ദുര്യോധനൻ ചക്രവർത്തി ആകണം എന്നത് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാണ്, ഒരു പ്രതീക്ഷയാണ്. ഫിയറിംഗ് ഫോർ ദ ഇൻവൈറ്റബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷണിക്കപ്പെടാവുന്നതിനെ ഭയപ്പെടുന്നു. ഇനി വരാനുള്ള കാര്യങ്ങൾ ഏകദേശം ധൃതരാഷ്ട്രർക്ക് അറിയാം, അതുകൊണ്ടുള്ളൊരു പേടിയാണ്. കാരണം ഓപ്പോസിറ്റ് സൈഡ് ആരാ ഉള്ളത്? കൃഷ്ണൻ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ കുരുക്ഷേത്രത്തിലാണ് യുദ്ധം നടക്കുന്നത് അല്ലെ. അപ്പോ അതുകൊണ്ട് അവിടെ ഒരു പ്രതീക്ഷയുമുണ്ട്, ഒരു പേടിയുമുണ്ട് അല്ലെ. ദുര്യോധനൻ ചക്രവർത്തി ആകണം എന്നുള്ളൊരു പ്രതീക്ഷയും, അവിടെ കുരുക്ഷേത്രത്തിലാണ് നടക്കുന്നത്, ധർമ്മം മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നുള്ളൊരു പേടിയുമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം കണ്ണ് വേണ്ട എന്ന് പറഞ്ഞത്. അതുകൊണ്ട് വ്യാസദേവന്റെ ശിഷ്യനായ സഞ്ജയന് എന്താണോ യുദ്ധക്കളത്തിൽ നടക്കുന്നത് ആസ് ഇറ്റ് ഈസ് ആയി സഞ്ജയന് കാണാനുള്ള അനുഗ്രഹം അദ്ദേഹം കൊടുക്കുകയുണ്ടായി. അങ്ങനെ മനക്കണ്ണുകൊണ്ടാണ് ഈ കുരുക്ഷേത്ര യുദ്ധത്തില് നടന്ന കാര്യങ്ങള് സഞ്ജയൻ അതുപോലെ ധൃതരാഷ്ട്രർക്ക് കൊട്ടാരത്തിലിരുന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പോ ഈ ഒന്നാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായു ഉത്സവഃ മാമക പാണ്ഡവാശൈവ കിമ കുർവത സഞ്ജയ. അപ്പോ ധൃതരാഷ്ട്ര പറഞ്ഞ ഈ ശ്ലോകത്തില് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, ഒരുപാട് കുതന്ത്രങ്ങളുണ്ട്, അതുപോലെ നയതന്ത്രങ്ങളുണ്ട്, അവിടെ ഒരുപാട് ചതിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ശ്ലോകം നമ്മൾ പറഞ്ഞു പോകാം എന്ന് വിചാരിച്ചതിന്റെ കാരണം ഇതാണ്. അത് ധൃതരാഷ്ട്ര വളരെ ആകാംക്ഷാഭരിതനായിട്ട് എന്നാൽ അല്പം ഭയത്തോടുകൂടി ചോദിക്കുകയാണ്, കിം ആ കുർവത അല്ലെ. അതൊരു വിചിത്രമായ ചോദ്യമാണ്. അപ്പൊ ആ ചോദ്യത്തിൽ കഴമ്പുണ്ടോ എന്ന് നമ്മൾ നോക്കണം. തീർച്ചയായും അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ല അല്ലെ. സാധാരണ ആരും ചോദിക്കുന്ന കാര്യമല്ല അല്ലെ. അവിടെ എന്ത് സംഭവിച്ചു നമ്മൾ കാണാൻ പോകുന്നതാണ് അല്ലെ. ഇവിടെ ധൃതരാഷ്ട്രക്ക് പല ഉദ്ദേശങ്ങളുമുണ്ട്. അതിനാലാണ് കിമ കുർവത സഞ്ജയ എന്നത് ചോദിക്കുന്നത്. ഈ ചോദ്യം ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. അപ്പോ ധൃതരാഷ്ട്ര സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ അതേപടി നടക്കാതെ വിപരീതമായി നടക്കുമോ എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ ധൃതരാഷ്ട്ര ഇങ്ങനെ ചോദിക്കുന്നതിന്റെ ആ ഉത്തരം എന്ന് പറയുന്നത് ശ്ലോകത്തിന്റെ ആദ്യത്തെ വരിയിൽ തന്നെ ഉണ്ട്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്ര ഭൂമിയിൽ അല്ലെ, അവിടാണത് യുദ്ധം നടക്കുന്നത്. അവിടെ എല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്നിട്ട് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് ധൃതരാഷ്ട്ര ചോദിക്കുന്നത്. അപ്പോൾ അവിടെ കുരുക്ഷേത്രത്തിന്റെ പ്രാധാന്യമാണ് അദ്ദേഹത്തെ ഈ രീതിയിൽ ചിന്തിപ്പിക്കാനുള്ള കാരണം. ധൃതരാഷ്ട്ര വിചാരിച്ച കാര്യം നടക്കുമോ, അല്ലെങ്കിൽ അത് വിപരീതമാവുമോ? കാരണം ഈ ക്ഷേത്രം സാധാരണ ക്ഷേത്രമല്ല അല്ലെ. അപ്പോ അതിന്റെ അന്തരീക്ഷം ധർമ്മപടുക്കളായ പാണ്ഡവരുടെ മനസ്സിനെ മാറ്റി യുദ്ധം നിർത്തിയാലോ അല്ലെ. അപ്പോ ശുക്ല യജുർവേദത്തില് പറയുന്നുണ്ട് കുരുക്ഷേത്ര ദേവയജ്ഞം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവന്മാര് പോലും കുരുക്ഷേത്ര ഭൂമിയിൽ വന്ന് യജ്ഞങ്ങൾ ചെയ്യുന്നതാണ്. ആ അന്തരീക്ഷം ഹൈലി വൈബ്രന്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. പരശുരാമൻ വരെ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചിട്ടും ക്ഷത്രിയ ധർമ്മം സ്വീകരിച്ച് അനേകം ക്ഷത്രിയ കുലങ്ങളെ, അതായത് 23 പ്രാവശ്യം വധിച്ച് പാപം പരിഹരിക്കുന്നതിന് വേണ്ടി അവിടെ വന്ന് മുങ്ങിക്കുളിച്ചതായി പറയുന്നു. അതാണ് കുരുക്ഷേത്രം എന്ന് പറയുന്നത്. കുരുക്ഷേത്ര ഭൂമി എന്ന് പറയുമ്പോൾ അത് ന്യൂഡൽഹിയിൽ നിന്നും 100 മൈല് വടക്കായിട്ട് വരും. അവിടെ കുരുക്ഷേത്ര ഭൂമി, അവിടെയാണ് യുദ്ധം നടന്നത്. കുരു എന്ന പേര് വന്നത് എന്തുകൊണ്ടാണ്?
കുരു എന്ന രാജാവ് ഈ കുരുക്ഷേത്ര ഭൂമി നിലം ഉഴുതു എന്ന് പറയുന്നു. ധർമ്മം വിളയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിലം ഉഴുതു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ധർമ്മം ചെയ്യണമെങ്കിൽ ദേവന്മാർക്ക് പോലും അവിടെ വന്ന് ചെയ്യാൻ കഴിയും. അതായത് വൈദിക ധർമ്മം, അപരാ ധർമ്മമാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ പുണ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് കുരുക്ഷേത്ര എന്ന് പറയുന്നത്. അതുപോലെ സമന്തക പഞ്ചക എന്നും ആര്യവർത്ത എന്നും ഈ കുരുക്ഷേത്ര ഭൂമിയെ പറയപ്പെടുന്നു. പാണ്ഡവരുടെ തന്നെ പൂർവികരായ കുരു ധർമ്മത്തിൽ നിന്നും വിളയിച്ചെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം അവിടെ നിലം ഉഴുകയും ഒരുപാട് ചടങ്ങുകൾ അനുഷ്ഠിച്ചതായും പറയുന്നു. അതുകൊണ്ടാണ് കുരുക്ഷേത്രം എന്ന് പേര് കിട്ടിയത്. ഈ കുരുക്ഷേത്രം എന്ന് പറയുന്ന കുരുക്ഷേത്രത്തിൽ നിന്നും 4 മൈൽ അകലെ ജ്യോതിസർ എന്ന സ്ഥലത്ത് മോക്ഷദ ഏകാദശി ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത അർജുനന് ഉപദേശിച്ചു കൊടുത്തു. അതിനടുത്തൊരു ആൽമരം ഇപ്പോഴും ഉണ്ട്. അതാണ് കുരുക്ഷേത്രത്തിന്റെ മാഹാത്മ്യം എന്ന് പറയുന്നത്. അപ്പോ കുരുക്ഷേത്രം എന്ന സ്ഥലം ഇത്രയും അധികം പ്രാധാന്യം ഉള്ളത് കൊണ്ട് ധൃതരാഷ്ട്രർക്ക് നന്നായിട്ടറിയാം യുദ്ധം പാണ്ഡവർക്ക് അനുകൂലമായിട്ട് വരും, അല്ലെ? അല്ലെങ്കിൽ യുദ്ധം നിർത്തിവെച്ചാലോ, പിന്നെ തൻ്റെ മകന് രാജ്യം കിട്ടിയാലും അവർ എൻ്റെ മകന് എപ്പോഴെങ്കിലും ഒരു ഭീഷണിയായിട്ട് മാറുമോ, അതോ കൗരവർ അധർമ്മികളായതുകൊണ്ട് പാണ്ഡവർ വിജയിക്കുമോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. കാരണം ആ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം അനുസരിച്ചാണ് ധൃതരാഷ്ട്ര ചക്രവർത്തിയായത്. അദ്ദേഹത്തിന് ഒറ്റ ദിവസം കൊണ്ട് യുദ്ധം നിർത്താമായിരുന്നു, അല്ലെ? കാരണം അദ്ദേഹം ശരിക്കും ഇവിടെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ദുര്യോധനനല്ല വലിയ ഒരു ദുഷ്ടൻ എന്ന് പറയുന്നത്, ദുര്യോധനല്ല, അദ്ദേഹത്തിനേക്കാളും കൂടുതലാണ് ഈ ധൃതരാഷ്ട്രം എന്ന് പറയുന്ന ഈ അന്ധഭൂപതി, അല്ലെ? അപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ ശാന്തിദൂതിന് ചെന്നു, അല്ലെ? അവിടെ 5 ഗ്രാമം കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത്, ഹേ യാദവ, ഞാൻ നിസ്സഹായനാണ്, അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയില്ല. അപ്പോ നമ്മൾ ആലോചിക്കണം, ലോകത്തിലെ ചക്രവർത്തി തന്നെ സ്വയം പറഞ്ഞു, അല്ലെ, ഞാൻ നിസ്സഹായനാണെന്ന്. അപ്പൊ സർവ്വ അധികാരമുള്ള ചക്രവർത്തി എങ്ങനെയാണ് നിസ്സഹായനാകുന്നത്? കാര്യം വളരെ സിമ്പിളാണ്, അല്ലെ? ആസക്തി മൂലമാണ് ഒരുവനെ നിസ്സഹായനാക്കി മാറ്റുന്നത്. അതാണ് നമ്മുടെ ചില കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞത്. നമുക്ക് ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അത് ഈ 1ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് സ്പഷ്ടമായിട്ട് ധൃതരാഷ്ട്രരുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശക്തിമാനായ ഒരുത്തനെ ആസക്തി നിസ്സഹായനാക്കുന്നു, അല്ലെങ്കിൽ അശക്തനാക്കുന്നു. ആ ആസക്തി മൂലം ഉറച്ച തീരുമാനം എടുക്കാൻ ഒരുവൻ അശക്തനാകുന്നു. എന്താണ് ഇവിടെ ആസക്തി എന്ന് പറയുന്നത്? തൻ്റെ മകനോടുള്ള ആസക്തി, അല്ലെ? ഒരു ഭാഗത്ത് ധൃതരാഷ്ട്ര ആന്തരികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു, അല്ലെ? ബാഹ്യമായിട്ട് ദുര്യോധനെ നിയന്ത്രിക്കാൻ ഞാൻ നിസ്സഹായനാണെന്ന് പറയുന്നു. എന്നാൽ ജന്മന അന്ധനാണെന്നും, അല്ലേ, എൻ്റെ കാലശേഷം എല്ലാം എൻ്റെ മകന് കിട്ടണമെന്നും, അവിടെ അന്ധതയില്ല, എല്ലാം മകന് കിട്ടണം എന്ന് ചിന്തിക്കാൻ അദ്ദേഹത്തിന് അറിയാം. ആ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അവിടെ ഉണ്ടാകുന്നത്. നിസ്സഹായത വരുന്നത് അറ്റാച്ച്മെന്റ്. ഒരാൾ ആസക്തനായാൽ ഉറച്ച തീരുമാനം എടുക്കാൻ അശക്തി ഉണ്ടാവും എന്നാണ് പറയുന്നത്. വൈകാരികമായി മകൻ ചക്രവർത്തി ആകണമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ മനോഭാവമുള്ള ധൃതരാഷ്ട്രം ഒരിക്കലും യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നതേ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. പാണ്ഡവരെ കൊണ്ട് പാണ്ഡവരെ കൊന്ന് തൻ്റെ മകന് രാജ്യം കിട്ടണം എന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പോ ആ ധർമ്മക്ഷേത്രം, അല്ലെ, അതിന് വേറൊരു അർത്ഥം കൂടെ ശീല പ്രഭുപാദിന്റെ പോപ്പറ്റിൽ ഇവിടെ പറയുന്നുണ്ട്. ക്ഷേത്രം എന്നാൽ വിളനിലം, അല്ലെ? അവിടെ എന്ത് വിതയ്ക്കുന്നുവോ അതായിരിക്കും മുളച്ചു വരുന്നത്. കുരുക്ഷേത്രത്തിൽ വിതയ്ക്കുന്നത് ധർമ്മമാണ്. ധർമ്മം വിതയ്ക്കുമ്പോൾ അവിടെ നമുക്ക് ധർമ്മമായിരിക്കും കിട്ടുക, അല്ലെ? എന്നാൽ ഏതെങ്കിലും രീതിയിൽ ധർമ്മത്തിന്റെ ഒപ്പം അധർമ്മമാണ് വരുന്നതെങ്കിൽ ആ കളകൾ, അല്ലെ, ആ അധർമ്മം അപ്രൂട്ട് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. കാരണം നമ്മളിപ്പോ നെല്ല് വിതച്ച് നടുകയാണെന്ന് വിചാരിക്കുക, അല്ലെ? അപ്പൊ അത് എല്ലാം നല്ലതായി വരണം എന്നില്ല, അതിൽ കുറെ കളകൾ ഉണ്ടാവും, അല്ലെ, വീഡ്സ്. അപ്പൊ ആ കളകളൊക്കെ നമ്മൾ പിഴുത് കളയും. പിഴുത് കളയുന്നത് ആരാണ്? കർഷകരല്ലേ? അതുപോലെ ധർമ്മം വിതയ്ക്കുമ്പോൾ ധർമ്മം വളരുന്നു. അധർമ്മം എന്ന കള വരികയാണെങ്കിൽ അത് വലിച്ചെറിയപ്പെടുന്നു. ഇവിടെ ധർമ്മം എന്ന് പറയുന്നത് പാണ്ഡവരും അധർമ്മം എന്ന് പറയുന്നത് കൗരവരുമാണ്. അതായത് ധർമ്മമാകുന്ന പാണ്ഡവർ വളരുമ്പോൾ അധർമ്മമായ കൗരവരെ കൃഷിക്കാരനായ ഭഗവാൻ വേരോടെ
പിഴുതെറിയുമെന്ന് ധൃതരാഷ്ട്രർ ഭയക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ എന്ത് നടക്കുന്നു എന്ന ചോദ്യം ഉന്നയിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ കുറച്ച് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ, നമ്മൾ എന്തുകൊണ്ട് നിസ്സഹായനാകുന്നു, അല്ലെ, എന്തുകൊണ്ട് അദ്ദേഹം അത്രയും ആസക്തി മകനോട് കാണിക്കുന്നു, പാണ്ഡവരോട് കാണിക്കുന്നില്ല, അതുപോലെ മാമക പാണ്ഡവ ശൈവ, അതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാം അദ്ദേഹം പക്ഷപാതം കാണിക്കുന്നു, അല്ലെ. കാരണം പാണ്ഡുവിന്റെ രാജ്യമായിരുന്നു നേരത്തെ. അപ്പൊ പാണ്ഡു പോയ ശേഷം പാണ്ഡുവിന്റെ ആ ഉത്തരവാദിത്വം ധൃതരാഷ്ട്രക്കാണ് കിട്ടുന്നത്, അല്ലെ, നന്നായി നോക്കിക്കൊണ്ടുപോകണം എന്നുള്ള ഉത്തരവാദിത്വം. അപ്പോ അത് വംശവിഹിതം കൊടുക്കാതെ മാമക, എന്റെ മക്കളെയും പാണ്ഡുപുത്രൻ, അത് പാണ്ഡുപുത്രനെ പറയുന്നുള്ളൂ, മറ്റേത് എന്റെ കുട്ടികൾ, മക്കളെന്നാ പറയുന്നത്, അവരെ ഒന്ന് അകറ്റി വെക്കുകയാണ്, അല്ലെ. രാജ്യം എന്റെ മക്കൾക്കുള്ളതാണ്. അതും പക്ഷപാതപരമായ ഒരു സ്വഭാവമാണ് ധൃതരാഷ്ട്രരുള്ളത്. കാരണം ധൃതരാഷ്ട്രരുടെ ഒരു ഒറ്റ ശ്ലോകം മാത്രമേ പറയുന്നുള്ളൂ. അത് എന്തുമാത്രം ക്രൂക്കറ്റ് ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ശ്ലോകത്തിന്റെ കാര്യവും കുരുക്ഷേത്ര യുദ്ധത്തിന്റെ കാര്യവും ഞാനൊന്ന് പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് 12ാമത്തെ ശ്ലോകം മുതൽ 19ാമത്തെ ശ്ലോകം വരെ വിവിധ തരത്തിലുള്ള ശംഖുകൾ ഊതുന്നു എന്നുള്ളതാണ്. അപ്പോ ഇവിടെ 12ാമത്തെ ശ്ലോകത്തില് തസ്യ സംജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ധത്മൗ പ്രതാപവാൻ എന്നാ പറയുന്നത്. സിംഹനാദം വിനദ്യ ഉച്ചൈ. അവിടെ ആദ്യം ആരാണ് ശംഖമൂതുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭീഷ്മദേവനാണ്, അല്ലെ. പരാക്രമിയും കുരുപിതാമഹനുമായ ഭീഷ്മർ ദുര്യോധനനെ ആഹ്ലാദം ജനിപ്പിക്കുമാറ് സിംഹഗർജനം പോലുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തന്റെ ശംഖമെടുത്ത് ഊതി. കൗരവപക്ഷത്താണ് ഭീഷ്മപിതാമഹൻ, അല്ലെ. അപ്പൊ ആ ഭീഷ്മപിതാമഹൻ തന്റെ ശംഖം ഊതിയത് പാണ്ഡവരുടെ വിജയത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് അവിടെ ഒരു സംശയം വരും, അല്ലെ, എന്തുകൊണ്ടാണ് പാണ്ഡവരുടെ വിജയം? കൗരവപക്ഷത്തല്ലേ അദ്ദേഹം നിൽക്കുന്നത്. സാധാരണ നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അമ്പലത്തിലൊക്കെ നമ്മൾ ആരതി ചെയ്യുന്നതിന് മുന്നേ എന്താ ചെയ്യുക? പൂജാരി ശംഖമൂതും, അല്ലെ, ശംഖൂതും. അത് എന്താ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ണു ആരാധനയുടെ ആരംഭം എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ആയതിനാൽ ഭീഷ്മദേവൻ ശംഖ് ഊതുന്നത് മറുവശത്ത്, അല്ലെ, ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കാൻ പോകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ശംഖം ഊതുന്നത് ഭഗവാൻ കൃഷ്ണന്റെ ഭക്തന്മാർക്ക് ഓസ്പീഷ്യസ് ആണ്, അത് ശുഭകരമായ ഒന്നാണ്, അല്ലെ. അവിടെ ആരാണ് ഭഗവാന്റെ ഭക്തന്മാർ എന്ന് പറയുന്നത്? പാണ്ഡവർ. അപ്പോ ഭീഷ്മർ ശംഖം ഊതുന്നു, അല്ലെ, കൗരവപക്ഷത്താണെങ്കിലും അദ്ദേഹം കൃഷ്ണനെ ആരാധിക്കുന്നു. അത് പാണ്ഡവരുടെ വിജയത്തെ സൂചിപ്പിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭീഷ്മദേവൻ കൗരവപക്ഷത്താണ് നിൽക്കുന്നതെങ്കിലും അദ്ദേഹം ശംഖമൂതുന്നത് പാണ്ഡവരുടെ വിജയത്തെയാണ്. പക്ഷേ ഇദ്ദേഹം എന്താണ്? ദുര്യോധനനെ ആഹ്ലാദം ജനിപ്പിക്കുമാറ് ശംഖമൂതുന്നു, സിംഹഗർജനം പോലെയുള്ള ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ശംഖമൂതുന്നാണ് ഇവിടെ പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരുന്നത്. അത് കഴിഞ്ഞിട്ട് 15ാമത്തെ ശ്ലോകത്തില് വീണ്ടും ശംഖമൂതുന്ന കാര്യം തന്നെയാണ് പറയുന്നത്. പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ധത്മൗ മഹാശംഖം ഭീമകർമ്മ വൃകോദര. അപ്പോ ഇവിടെ ഭീമന്റെ ശംഖത്തിലൊക്കെ, അല്ലെ, കാരണം ഭഗവാൻ കൃഷ്ണന്റെ ശംഖം ദിവ്യങ്ങളാണെന്ന് നമ്മൾ പറയുന്നതില്, അല്ലെ, അത് അതീന്ദ്രിയമാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഭീമന്റെ ശംഖം പൗണ്ഡ്രം എന്ന ശംഖം മഹാശംഖമാണെന്ന് ഇവിടെ പറയുന്നു. പാഞ്ചജന്യം എന്ന ശംഖം അതീന്ദ്രിയമാണ്, അത് വൈകുണ്ഠത്തിൽ നിന്നും കിട്ടിയതാണ്. പാഞ്ചജന്യം എന്ന ശംഖം അത് വളരെ അതീന്ദ്രിയം, എറ്റേണൽ ആണെന്ന് പറയുന്നു. പിന്നെ അർജുനന്റേത് ദേവദത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിവൺ ബൈ ദേവന്മാർ കൊടുത്തതാണ്, അല്ലെ. അത് ആദ്യം മയാസുരന് വരുണനിൽ നിന്നും കിട്ടി. ആ വരുണനിൽ നിന്ന് കിട്ടിയ ശംഖം മയാസുരൻ അർജുനന് കൊടുത്തു. അതാണ് ദേവദത്തം എന്ന് പറയുന്നത്. പാണ്ഡ്രവ് എന്ന ശംഖം ഊതിയതാരായിരുന്നു? ഭീമൻ. പൗണ്ഡ്രം, അല്ലെ, പൗണ്ഡ്രം എന്ന ശംഖം, അത് മറ്റു രണ്ടും ദിവ്യശംഖം എന്ന് പറയുന്നു. അപ്പോ ഇവിടെ ഭീഷ്മദേവന്റേത് സശംഖം എന്ന് പറയുന്നു, അല്ലെ, അദ്ദേഹം പ്രതാപവാൻ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ അതും ശരിക്കും ഭീമന്റെ ശംഖത്തിനെ പറ്റി പറയുമ്പോൾ അത് കണക്ട് ചെയ്ത് ഭീമ കർമ്മ വൃകോദര എന്ന് നമ്മൾ ആ ശ്ലോകത്തില് വായിച്ചു, അല്ലെ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭീമൻ
ഭോജനപ്രിയനാണ്. അദ്ദേഹം നന്നായിട്ട് ഭക്ഷണം കഴിക്കും അല്ലെ. ഓരോ വ്യക്തികൾക്കും അവരുടെ കർമ്മം അനുസരിച്ചിട്ടാണ് കഴിക്കേണ്ടതായിട്ട് വരുന്നത് അല്ലെ. അഗ്നി ഉണ്ട്, അദ്ദേഹത്തിന്റെ ഉള്ളിൽ അഗ്നി ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മാത്രമല്ല മഹാകർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ് ഭീമൻ. അതുകൊണ്ട് ഭീമന്റെ കയ്യിലിരിക്കുന്ന ശംഖവും അത്രയ്ക്കും മഹാശംഖമാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ശംഖം അത്രയ്ക്കും വലുതാണെന്നാണ് പറയുന്നത്. അപ്പോൾ മഹാകർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ട്, അതിഭയങ്കരമായ ശക്തി ഉള്ളത് കൊണ്ടും അദ്ദേഹത്തിന്റെ ശംഖവും അതുപോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ദുഷ്കർമ്മം എന്നല്ല ഉദ്ദേശിക്കുന്നത്, ദുഷ്കര കർമ്മം, അതായത് ആജാനുബാഹുക്കൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കർമ്മം. പോരാഞ്ഞിട്ട് അദ്ദേഹത്തിന് ഹനുമാനിൽ നിന്നും ശക്തിയും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും എന്താ പറയാ വൃഗോദര എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവരുടെ സ്വയംവരം കഴിഞ്ഞിട്ട്, അർജുനന്റെയും ദ്രൗപദിയുടെയും സ്വയംവരം കഴിഞ്ഞ് വന്നിട്ട് പറയുകയാണ്, ഭിക്ഷ കൊണ്ടുവന്നു എന്ന് നമുക്കറിയാം അല്ലെ. ഭിക്ഷ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ കുന്തിമാത പറയും, അത് നിങ്ങൾ 5ആയിട്ട് വീതിച്ചെടുത്തോളാൻ പറഞ്ഞു അല്ലെ. അത് ആരാണെന്നോ എന്താണെന്നോ കാണാതെയാണ് കുന്തിമാത പറഞ്ഞത്. അപ്പൊ ധർമ്മപുത്രരാണെങ്കിൽ അമ്മ പറയുന്നത് തന്നെയാണ് ധർമ്മമായിട്ട് എടുക്കും അല്ലെ. അതിന് പിന്നെ ഒരു മാറ്റവുമില്ല. കുന്തി ദേവിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു പ്രാവശ്യം മാത്രമേ പറയൂ, അത് മാറ്റി പറയുകയുമില്ല. അതിവിടെ ഞാൻ അത് പറയാൻ കാരണം, കുന്തി ദേവി ദ്രൗപദീനെ എങ്ങനെയാണ് ആഹാരം വിളമ്പേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാ പറയുന്നത്. കാരണം ഭക്ഷണം ആദ്യം 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറയും. എന്നിട്ട് ആദ്യത്തെ ഭാഗത്തിനെ 6ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറയും. അത് ഒരു ഭാഗം യുധിഷ്ഠിരന്, 2 അർജുനൻ, പിന്നെ നകുലൻ, പിന്നെ സഹദേവൻ, പിന്നെ ദ്രൗപദി, പിന്നെ കുന്തിദേവി. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ഡിവൈഡ് ചെയ്ത് അത് അതുപോലെ ഭീമസേനന് കൊടുക്കുക എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഭീമസേനന് എങ്ങനെ സെർവ് ചെയ്യണമെന്ന് കുന്തിദേവി ദ്രൗപദിയെ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അതുപോലെ ഭീമമായ കർമ്മം നമ്മൾ പറഞ്ഞല്ലോ. അരക്കില്ലത്ത് എല്ലാവരും രക്ഷപ്പെട്ട് വരുന്ന സമയത്ത് ആർക്കും നടക്കാൻ വയ്യായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പോ ഭീമൻ എല്ലാവരെയും ഇൻക്ലൂഡിങ് കുന്തി, അവരെ എല്ലാവരെയും തോളിലേറ്റി കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അത്രയും അദ്ദേഹത്തിന് ബലം ഉണ്ടായിരുന്നു അല്ലെ. ഓടുന്നതിനൊപ്പോ അങ്ങനെ പറയുന്നുണ്ട്, വഴിയിലുള്ള മരങ്ങളൊക്കെ അടിച്ചു മാറ്റിയിട്ടാണ് പൊക്കോണ്ടിരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ മഹാകർമ്മങ്ങളായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. പിന്നെ വേറൊരു കാര്യം ഇതിൽ പറയുന്നത്, ഏകാദശി അദ്ദേഹത്തിന് ഫോളോ ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം ആഹാരം കഴിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ വ്യാസദേവൻ ഒരു ദിവസം ഒരിക്കല് വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഇല്ല ഏകാദശി എടുക്കണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, മാസത്തിലെ 2 ഏകാദശി എനിക്ക് എടുക്കാൻ കഴിയില്ല, വർഷത്തിൽ ഒരിക്കല്, അതായത് വെള്ളം പോലും കുടിക്കാതെ ഞാൻ ഇരിക്കാം. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്നാൽ ആയിക്കോട്ടെ. പിന്നെ പറഞ്ഞു, എല്ലാ ഏകാദശിയുടെയും ഫലം കിട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പാണ്ഡവ നിർജ്ജല ഏകാദശി വന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, നമുക്ക് ഭീമനെ പോലെ സർവീസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഭീമനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ എല്ലാ ഏകാദശിയും നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഋഷികേശന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. പാഞ്ചജന്യം ഋഷികേശോ, പാഞ്ചജന്യം എന്ന ശംഖം ഊതിയത് ഋഷികേശനാണ്. അപ്പോൾ ഇവിടെ ഋഷികേശന് 2 അർത്ഥം പറയുന്നുണ്ട്. ശരിക്കും അത് ഒഫീഷ്യലി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്ദ്രിയങ്ങളുടെ നാഥൻ എന്നാണ് പറയുന്നത്. ഒരു പ്രിൻസിപ്പൽ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്ദ്രിയങ്ങളുടെ നാഥൻ എന്ന് പറയപ്പെടുന്നു. പിന്നെ വികാരപരമായിട്ട് നോക്കുകയാണെങ്കിൽ, സബ്ജക്റ്റീവ്ലി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനെ കൺട്രോളർ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തന്റെ നിലയിൽ ഭഗവാനെ എന്നെ അങ്ങ് എൻ്റെ യജമാനാണ് എന്നാണ് നമ്മൾ പറയുക അല്ലെ. എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം അങ്ങയെ സേവ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് എന്നെ അങ്ങയുടെ സേവകനായി സ്വീകരിക്കണമേ. ഋഷികേശ സേവനം ഭക്തിർ ഉച്യതേ എന്നാണ് ഭക്തന്മാർ പറയുന്നത്. അത് വോളണ്ടറിലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. പിന്നെ ധനഞ്ജയ, പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ. ധനഞ്ജയൻ എന്ന് പറയുന്നത് അർജുനനാണ് അല്ലെ. അപ്പോ ധനഞ്ജയ എന്ന പേര് വരാൻ കാരണം, യുധിഷ്ഠിരൻ എൻ്റെ യജ്ഞത്തിന് വേണ്ടിയിട്ട് ഹ്യൂജ് കളക്ഷൻ ഓഫ്, കാരണം എല്ലാം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇവിടെ പറയുന്നത് മെയിൻലി പറയുന്നത് ഗോൾഡ് കൂടുതൽ കളക്ട് ചെയ്ത് കൊടുത്തു എന്നാണ്. സാധാരണഗതിയിലെ യജ്ഞത്തിന് ഒരു പ്രാവശ്യം ഉപയോഗിച്ച കാര്യങ്ങളിൽ വീണ്ടും നമ്മളത് റീയൂസ് ചെയ്യാൻ പാടില്ല, എക്സെപ്റ്റ് ഗോൾഡ്.
ഗോൾഡ് അഗ്നിയിൽ കാണിക്കുമ്പോൾ അത് പ്യുവർ ആകും എന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം നമ്മളിപ്പോ കണ്ടിട്ടുണ്ട്, ചില സ്ത്രീകളൊക്കെ സാധാരണ ചെയ്യുന്ന കാര്യമാണ്, ദീപാരാധന കഴിഞ്ഞ് വിളക്ക് വരുമ്പോ അത് നമ്മള് താലി എന്താ പറയാ അഗ്നിയിൽ കാണിച്ചു കൊടുക്കും. അത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ഇവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇത് കളക്ട് ചെയ്തത് കൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് ധനഞ്ജയൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ വലിയൊരു ധനമുണ്ട്. എന്താണ്? വിദ്യാധനം. കാരണം എന്താ? ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉപദേശം, അതായത് ഗീതാമൃതം സ്വീകരിച്ചത് കൊണ്ട് ധനഞ്ജയ എന്ന പേര് കിട്ടി. അതാണ് ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇന്നത്തെ ശ്ലോകം വരുന്നത്. അനന്ത വിജയം രാജ കുന്തി പുത്രോ യുധിഷ്ഠിര നകുല സഹദേവശ സുഘോഷമണി പുഷ്പകൗ. നമ്മുടെ കഴിഞ്ഞ ശ്ലോകത്തില് പിന്നെ 15-ല് ദേവദത്തം ധനഞ്ജയ ഋഷി പാഞ്ചജന്യം ഋഷികേശ അത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഈ 16-ാമത്തതില് യുധിഷ്ഠിര മഹാരാജാവ്, പിന്നെ നകുലൻ, സഹദേവൻ അവരൊക്കെ ശംഖമൂതുന്നതാണ് പറയുന്നത് അല്ലെ. യുധിഷ്ഠിര മഹാരാജാവ് അനന്ത വിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര, അനന്ത വിജയം എന്ന ശംഖം ഊതി എന്ന് പറയുന്നത്. അനന്ത വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ തോൽക്കുകയില്ല, ഈ ശംഖം ഊതി കഴിഞ്ഞാൽ തോൽക്കുകയില്ല എന്ന് പറയുന്നത്. എപ്പോഴും വിജയമായിരിക്കും, എൻഡ്ലെസ് ആയിരിക്കും. കാരണം വിജയത്തിന് ഒരു അനന്തവും ഉണ്ടാകില്ല. അതാണ് അനന്ത വിജയം എന്ന ശംഖത്തിന്റെ പ്രത്യേകത. പിന്നെ നകുല സഹദേവശ സുഘോഷമണി പുഷ്പകൗ. നകുലൻ ശംഖമൂതിയത് സുഘോഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശംഖം വളരെ പ്ലസന്റ് ആയിട്ടായിരുന്നു വന്നിരുന്നത്. സഹദേവൻ മണിപുഷ്പകൗ, അത് മണികളൊക്കെ കൊണ്ട് അലങ്കരിച്ച്, ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് മണിപുഷ്പകൗ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് കാശി രാജാവ്, ശിഖണ്ഡി, ദൃഷ്ടദ്യുമ്നൻ, വിരാടർ ഇവരൊക്കെ ശംഖമൂതി. ഇവിടെ ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ ഭീഷ്മപിതാവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ജന്മം കിട്ടി വന്നതാണ് ശിഖണ്ഡി എന്ന് പറഞ്ഞത്. ശിഖണ്ഡിയും മഹാരഥന്മാരാണ് എന്ന് പറയപ്പെടുന്നു. പിന്നെ സാത്വികിയുടെ കാര്യം പറയുന്നു. ഇവിടെ ദൃഷ്ടദ്യുമ്നോ വിരാടശ സാത്യകിശ്ചാവരാജിത. അവിടെ രണ്ടർത്ഥം സാത്വികിക്ക് പറയുന്നു. ഒരെണ്ണം ഒരിക്കലും പരാജയപ്പെടാത്ത സാത്വികി എന്നും, രണ്ടാമത്തേത് ഉഗ്രമായ ചാപവും ഏന്തിയ വീരൻ, അങ്ങനെയും പറയുന്നു. അതുകൊണ്ട് അവിടെയും ഒരിക്കലും പരാജയം സംഭവിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഒരിക്കലും പരാജയം സംഭവിക്കില്ല. സൗഭദ്രശ മഹാബാഹോ. സൗഭദ്രശ എന്ന് പറഞ്ഞാൽ ആരാണ്? സുഭദ്രയുടെ മകൻ അഭിമന്യും അല്ലെ. ശംഖാൻ തത്മൗ പൃഥക് എല്ലാവരും അവിടെ ചേർന്നിട്ട് ശംഖം ഊതി. അപ്പോ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഭീഷ്മർ ശംഖമൂതി അല്ലെ. പിന്നെ ഇവിടെ കൃഷ്ണൻ, അർജുനൻ, പിന്നെ യുധിഷ്ഠിരൻ, നകുലൻ, സഹദേവൻ, ബാക്കി എല്ലാ മഹാരഥന്മാരും ഇവിടെ ശംഖം ഊതി. അപ്പോ ഇവിടെ നമ്മള് കാണുന്നതെന്ന് വെച്ച് പ്രത്യേകിച്ച് ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ, എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിലെല്ലാം ഒറിജിനൽ ഹീറോ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? ഭഗവാൻ അല്ലെ. ഹരി തന്നെയാണ് ഒറിജിനൽ ഹീറോ. പിന്നെ വരുന്നത് വില്ലാളി വീരൻ അല്ലെ, അർജുനൻ. ഇവിടെയാണെങ്കിൽ കർണനെ പറ്റി പറയുന്നേ ഇല്ല. അപ്പോ ഭീഷ്മദേവന്റെ ശംഖം സിംഹനാദം പോലെ അലയടിച്ചു. അപ്പോഴേക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ അത് അടുത്ത ശംഖമൂതി. ശ്രീകൃഷ്ണൻ അത് അവിടെ സപ്പോർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേവദത്തം അതീന്ദ്രിയമായിട്ട് വന്നു. പിന്നെ ഭീമദേവന്റെ ശംഖം വീണ്ടും വന്നു. അത് ദുസ്സഹമായിട്ട് തോന്നി എന്നാണ് പറയുന്നത്. ആ ദുസ്സഹമായി തോന്നിയത് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് അറിയാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ വിജയത്തിന്റെ ലക്ഷണങ്ങൾ അല്ലെ, സയൻസ് ആണ് ഇവിടെ പറഞ്ഞത് നമ്മള്. അതില് ഇനി വരുന്ന വിജയം 20-ാമത്തെ ശ്ലോകത്തിലാണ് പറയപ്പെടുന്നത്. അത് എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പിന്നെ ഇതില് ഫൈനലി കൺക്ലൂഡ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രഭുപാദിന്റെ പ്രോപ്പർട്ടിൽ പറയുന്നു, കുരുവംശം മുഴുവൻ ആ മഹായുദ്ധത്തിൽ കൊല്ലപ്പെടണമെന്ന് സൂചന ഇതിനകം തന്നെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ടെന്നും, പഞ്ചപാണ്ഡവരെ വഞ്ചിക്കുക എന്ന നിയമവിരുദ്ധ നയം അത്ര പ്രശംസനീയമല്ലെന്നും സഞ്ജയൻ വളരെ തന്ത്രപൂർവം ധൃതരാഷ്ട്രയെ അറിയിച്ചു അല്ലെ. അപ്പൊ ഈ ദുരന്തം വന്നതിന്റെ കാരണം അല്ലെ, ഈ ദുരന്തം മുഴുവൻ വന്നതിന്റെ കാരണം രാജാവായ ധൃതരാഷ്ട്ര കാരണമാണ്. കാരണം അദ്ദേഹം തന്റെ പുത്രന്മാർ പിന്തുടരുന്ന നയത്തെ പ്രോത്സാഹിപ്പിച്ചു എന്നതുകൊണ്ടാണ് ഇവിടെ
ഇത്രയും ഈ കുരുക്ഷേത്ര യുദ്ധം വരാൻ കാരണം ധൃതരാഷ്ട്ര എന്ന ഒരു വ്യക്തി അദ്ദേഹം രാജാവാണ്. അദ്ദേഹം യുദ്ധം വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കാമായിരുന്നു എന്നാണ് ഇവിടെ ഈ ഇന്നത്തെ ക്ലാസ്സിൽ പ്രഭുപാദിന്റെ കൺക്ലൂഷനിൽ പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഹരേ കൃഷ്ണ. ആർക്കും പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് തോന്നുന്നു മാജി. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി ഇങ്ങനൊരു ചാൻസ് തന്നതില്. ക്ലോസ് ചെയ്യട്ടെ മാജി. ചെയ്യാം മാതാജി. ആർക്കും സംശയമില്ല എന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാം മാതാജി. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപത രൂപേണ പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തിക്ക് ജയ്. ശ്രീല പ്രഭുപാദി ജയ്. സോറി മാജി, സൂം ഇടയിൽ ഒരു എൻഡ് ആയിപ്പോയി, അതൊരു ഡിസ്റ്റർബൻസ് ആയിപ്പോയി. സോറി മാജി, ക്ഷമിക്കണം. കുഴപ്പമില്ല മാതാജി, കുഴപ്പമില്ല. കാരണം അത് പെട്ടെന്ന് വന്നപ്പോ ഇനി എന്റെ പ്രശ്നമാണോ എന്ന് ഞാൻ വിചാരിച്ചു മാതാജി. സോറി മാജി, സോറി. ഹരേ കൃഷ്ണ. നോ പ്രോബ്ലം മാതാജി. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം മാജി. ക്ലോസ് ചെയ്തോട്ടെ മാജി. ക്ലോസ് ചെയ്തോളൂ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ.